ഒരച്ഛൻ ഹെർണിയായുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് വിശ്രമത്തിന് പോവുകയാണ് ഒരാഴ്ചത്തേക്ക്. കാരണം അച്ഛൻ്റെ പള്ളിമേടയിൽ അച്ഛൻ്റെ മുറി മുകളിലാണ്. അതുകൊണ്ട് ചവിട്ടുപടികൾ കയറാൻ അച്ഛനത്തിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഒരാഴ്ച വീട്ടിൽ പോയി വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെ വീട്ടിൽ വേറെ 2 സഹോദരങ്ങളുണ്ട്. ആ 2 സഹോദരങ്ങൾക്കും കൂടെ 3 കുഞ്ഞു മക്കളുണ്ട്. അപ്പനും അമ്മയുണ്ട്. അച്ഛൻ വരുമ്പോൾ വീട്ടിൽ വല്ലാത്തൊരു സന്തോഷം. അതുകൊണ്ട് അന്ന് അച്ഛൻ ചെന്നപ്പോൾ ഈ മക്കള് അച്ഛൻ്റെ അടുത്തേക്ക് എപ്പോഴും ഓടി വരും. ആദ്യത്തെ ചോദ്യം ഇതാണ്, അച്ഛൻ പെട്ടെന്ന് പോകുമോ? അപ്പോൾ അച്ഛൻ പറഞ്ഞില്ല, പോകുന്നില്ല. രണ്ടാമത്തെ ചോദ്യം കുറച്ച് നേരവും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയാവും. അപ്പോൾ അടുത്ത ചോദ്യം വരും, അച്ഛാ നാളെ പോയാൽ പോരെ. അച്ഛനെ അവരുടെ കൂടെ എങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം. അന്ന് ഹെർണിയായുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചത്തെ വിശ്രമത്തിന് വേണ്ടി അച്ഛൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ മുറിയിലേക്ക് കയറി. അച്ഛൻ്റെ അമ്മയുടെ കട്ടിലിൽ ഇങ്ങനെ അച്ഛൻ ഇരിക്കുക. തൊട്ടടുത്ത് അമ്മ ഇരിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് അച്ഛനും വന്നിരുന്നു. അപ്പോഴേക്കിനും ഈ 3 കുട്ടികൾ ഓടിപ്പാഞ്ഞെത്തി. അതിൽ ഏറ്റവും ഇളയവൻ, അവന് 4 വയസ്സ് 4.5 വയസ്സ് പ്രായം ഉണ്ടാവുള്ളൂ. അവൻ ഈ അച്ഛൻ്റെ മടിയിലേക്ക് ഇങ്ങനെ ചാടി കയറി ഇങ്ങനെ കിടക്കാൻ നോക്കുമ്പോൾ അച്ഛനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തടഞ്ഞു വെച്ചു. വേറൊന്നുമില്ല, ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്ത് സ്പർശിക്കരുത് എന്നുള്ളൊരു ചിന്തയോടുകൂടെ അച്ഛനിങ്ങനെ ഒരു സംരക്ഷണ കവചം ഇങ്ങനെ സൂക്ഷിച്ചു. എന്നിട്ട് ഈ കുഞ്ഞ് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇന്ന് തിരിച്ചു പോകും? അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് അമ്മയാണ്. എടി ഇന്നല്ല, ഒരാഴ്ചത്തേക്ക് അച്ഛനിവിടെയുണ്ട്. കുട്ടികൾ തുള്ളിച്ചാടി വീണ്ടും ഈ 3 പേരും കൂടെ അച്ഛൻ്റെ മടിയിലേക്ക് ഇങ്ങനെ ചാടി വീഴാൻ നേരത്ത് ആ അമ്മ ഈ 3നെയും വകഞ്ഞു മാറ്റിയിട്ട് ആ മടിയിൽ അമ്മ കിടക്കും. പ്രിയമുള്ളവരെ, അമ്മയ്ക്ക് ആ മടിയിൽ കിടക്കാനുള്ള കൊതി കൊണ്ടല്ല, മറിച്ച് ആ മകനെ സംരക്ഷിക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടെയാണ് അച്ഛൻ്റെ മടിയിലേക്ക് അമ്മ കിടന്നത്. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളോടായിട്ട് പറഞ്ഞ്, എപ്പോഴും വരുമ്പോൾ നിങ്ങളല്ലേ കിടക്കുന്നത്, ഇന്ന് എനിക്ക് കിടക്കണം, ഇവൻ എൻ്റെ മകന്. അങ്ങനെ ആധികാരികമായി സന്തോഷത്തോടു കൂടെ ഈ അമ്മ അച്ഛൻ്റെ മടിയിൽ കിടക്കുക. അതിനിടയിൽ അമ്മ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. ഈ കുട്ടികളും സംസാരത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കുട്ടികളായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അമ്മ ഉറങ്ങിപ്പോയി. അച്ഛൻ നോക്കിയപ്പോൾ അമ്മ മടിയിൽ കിടന്നുറങ്ങുക. ഒരാഴ്ചത്തെ വിശ്രമത്തിന് വേണ്ടി അച്ഛൻ വീട്ടിലേക്ക് വന്നതാണ്. ആ വിശ്രമിക്കാൻ വന്ന അച്ഛൻ്റെ മടിയിൽ അമ്മ കിടന്ന് സ്വസ്ഥമായിട്ട് വിശ്രമിക്കും. അച്ഛൻ വിളിക്കാൻ പോയില്ല. 20 മിനിറ്റ് അമ്മ അച്ഛൻ്റെ മടിയിൽ കിടന്നുറങ്ങി. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ എഴുന്നേറ്റ് അച്ഛനോട് പറഞ്ഞു, ഇന്നലെ നിനക്ക് കിടക്കാനുള്ള മുറിയൊക്കെ ഒരുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. 12:30 1 മണിയോളമായി കിടന്നപ്പോൾ. രാവിലെ തന്നെ എഴുന്നേറ്റ് പള്ളിയിലും പോയി. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. നിൻ്റെ മടിയിൽ കിടന്നതും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, ഇത് പിന്നീട് ഈ അച്ഛൻ പറയുമ്പോൾ ഒരുപാട് തവണ സ്വസ്ഥമായി കിടന്നുറങ്ങിയിട്ടുള്ള മടിത്തട്ട്. ആ മടിത്തട്ടിൻ്റെ ഉടമ ആദ്യമായി എൻ്റെ മടിയിൽ സ്വസ്ഥമായി 20 മിനിറ്റ് കിടന്നുറങ്ങിയപ്പോൾ ഒരു മകൻ എന്ന രീതിയിൽ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള ഒരു സമ്മാനമായിരുന്നു അമ്മയ്ക്ക് ഞാൻ കൊടുത്ത 20 മിനിറ്റിൻ്റെ വിശ്രമം. പ്രിയമുള്ളവരെ, ഇവിടെ മക്കളായി നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലൊരു വിശ്രമം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ചിലർക്ക് ഇനി ഒട്ടും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. പക്ഷേ യാത്രയാകാതെ കൂടെയുള്ള അമ്മയ്ക്ക് ഒരു 20 മിനിറ്റിൻ്റെ സ്വസ്ഥമായ വിശ്രമം കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതെന്നാണ് കൊടുക്കാൻ പറ്റുക എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരു വിശ്രമം കൊടുക്കണമെന്ന് രക്ഷകനായ ക്രിസ്തുനാഥൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഏത് സമയത്താണ് പരിശുദ്ധ അമ്മയ്ക്ക് വിശ്രമിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ഒരു ബലി സമയത്തിൻ്റെ വിശ്രമം. ക്രിസ്തുനാഥൻ അർപ്പിക്കുന്ന ബലിയിലേക്ക് മക്കളായ നമ്മളിങ്ങനെ വന്ന് കയറുമ്പോൾ ആ സമയമാണ് പരിശുദ്ധ അമ്മയുടെ വിശ്രമ സമയം. ആയതിനാൽ ക്രിസ്തുനാഥൻ മൂല്യമുള്ള ഈ സമ്മാനം, പരിശുദ്ധ അമ്മയാകുന്ന സമ്മാനം നമുക്ക് നൽകിയപ്പോൾ ക്രിസ്തുനാഥൻ നമ്മോട് പറയുന്നുണ്ട്, എല്ലാ ദിവസവും അമ്മയ്ക്ക് ഒരു ബലി സമയത്തിൻ്റെ വിശ്രമം നീ കൊടുക്കണം. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, എല്ലാ ദിവസവും ദൈവാലയത്തിൽ വന്ന് ബലിയർപ്പണത്തിൽ പങ്കെടുക്കണം. ആ ബലിയർപ്പണ സമയമാണ്
എൻ്റെ അമ്മയുടെ ഏറ്റവും സുന്ദരമായ ഒരു വിശ്രമ സമയം. അങ്ങനെ ഒരു വിശ്രമ സമയം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയാൽ പിന്നീട് അവൾ വളരെ സന്തോഷത്തോടുകൂടെ വീണ്ടും നമ്മളെ ഇങ്ങനെ വാരിയെടുത്ത് നീല അങ്കിയിൽ പൊതിഞ്ഞ് നമ്മളെ ഇങ്ങനെ ശുശ്രൂഷിച്ച് കൊണ്ടു നടക്കും. ചിന്തിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ എനിക്ക് നൽകിയ സുന്ദരമായ സമ്മാനമാണ് ഈശോയുടെ അമ്മ. ഈ അമ്മയെ ഞാൻ എൻ്റെ ചങ്കിലേക്ക് ഇങ്ങനെ ചേർത്ത് വയ്ക്കുകയാണ്. ഈ അമ്മയ്ക്ക് എല്ലാ ദിവസവും ഒരു ബലി സമയത്തിൻ്റെ വിശ്രമം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ അത് കൊടുത്ത് അമ്മയ്ക്ക് സമ്മാനമായി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ഇതിനേക്കാളും വലിയ സുന്ദരമായ ഒരു ജീവിതം നമുക്ക് ആസ്വദിക്കാനില്ല. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും ഒരു ബലി സമയത്തിൻ്റെ വിശ്രമം കൊടുക്കാൻ പറ്റും. ചിലരൊക്കെ ആഴ്ചയിലാണ് പോകുന്നത്, ചിലപ്പോൾ മാസത്തിലും എന്തിന് വർഷത്തിലൊക്കെ പോകുന്നവരുണ്ട്. അങ്ങനെ പോകുന്നവരുടെ കൂടെയുള്ള അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ നീല അങ്കി എന്നൊക്കെ പറഞ്ഞത് അത് കറുത്ത് കരിവാളിച്ചിട്ടുണ്ട്. പാപത്തിൻ്റെ അല്ലെങ്കിൽ കഷ്ടതകളുടെ നമ്മളുടെ ജീവിതത്തിലെ പാപക്കറകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്. അതുകൊണ്ട് ക്രിസ്തുനാഥൻ പറയുന്നത് എല്ലാ ദിവസവും ഒരു ബലി സമയത്തിൻ്റെ വിശ്രമം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റണം. പ്രിയമുള്ളവരെ, ഈ കുരിശ് നമുക്ക് നൽകിയത് ഈ ഒരു സമ്മാനമാണ്. ഈ സമ്മാനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോകില്ല, ദൈവത്തിലേക്കുള്ള കാഴ്ച. ഈ സമ്മാനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധം ദൈവവുമായിട്ടും മനുഷ്യരുമായിട്ടുള്ള ബന്ധം തകർക്കപ്പെടുകയില്ല. അങ്ങനെ തകർക്കപ്പെടാത്ത ബന്ധത്തിൻ്റെയും നഷ്ടപ്പെടാത്ത കാഴ്ചയുടെയും കൂട്ടാളിയായി അമ്മയെ കൂട്ടുപിടിച്ച് നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര ആരംഭിക്കാം. ആ യാത്രയിൽ അമ്മയ്ക്കുള്ള വിശ്രമ സമയം അത് നിർബന്ധമാണ്. അത് ഞാൻ കൊടുക്കും എന്ന തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.